ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഉദ്യം രജിസ്ട്രേഷൻ. This is the day 3 of 100 orders in 30 days. ഒരുപാട് ഫേക്ക് സൈറ്റുകൾ ഉള്ളതിനാൽ തന്നെ ഗവൺമെൻറ് പോർട്ടലിൽ തന്നെ കയറാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദ്യം രജിസ്ട്രേഷൻ .gov.in എന്നുള്ള സൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോണ് ഓപ്പണായി വരിക. അതിൽ ഫോർ ന്യൂ ഓൺട്രപ്രണേഴ്സ് ഹു ആർ നോട്ട് രജിസ്റ്റേർഡ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അതിൽ ആധാർ നമ്പർ, നമ്മുടെ നെയിം, ഓൺട്രപ്രണറിൻ്റെ നെയിം അത് എൻ്റർ ചെയ്യുക കറക്റ്റായിട്ടും. അത് കഴിഞ്ഞ് അത് OTPക്ക് വാലിഡേറ്റ് ചെയ്യാൻ കൊടുക്കുക. അത് കഴിയുമ്പോൾ OTP വരും. അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ പാൻ വെരിഫിക്കേഷൻ വരും. അതിൽ നമ്മുടെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, പിന്നെ നമ്മുടെ പാൻ നമ്പർ, അതിലുള്ള പേര്, കറക്റ്റ് പേര്, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസാണ് പിന്നെ ചോദിക്കുന്നത്. നെയിം ഓഫ് ഓൺട്രപ്രണർ, പാൻ കാർഡിലുള്ള നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഒക്കെ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ജനറൽ കാറ്റഗറിയിലാണോ വരുന്നത് അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ജെൻഡർ, പിന്നെ നമ്മൾ ഡിസേബിൾഡ് ആണോ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അഡ്രസ്സാണ് പിന്നെ ചോദിക്കുന്നത്. അഡ്രസ്സ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ യൂണിറ്റിൻ്റെ അഡ്രസ്സും ഒഫീഷ്യൽ അഡ്രസ്സും, നമ്മളൊരു ഹോം റൺ ബിസിനസ് ആണെങ്കിൽ അത് നമ്മുടെ വീട്ടിലത്തെ അഡ്രസ്സ് തന്നെയാണ് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മളോട് നമ്മുടെ ആക്ടിവിറ്റീസും ബാങ്ക് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. നമുക്ക് മാനുഫാക്ചറിങ് ആണോ, നമ്മൾ ട്രേഡിംഗ് ആണോ, അതൊക്കെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നമുക്ക് ഗവൺമെൻറ് പോർട്ടലിൽ നമ്മുടെ പേജ് സബ്മിറ്റ് ചെയ്യണോ, നമ്മുടെ പേജ് കാണിക്കണോ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അതിന് കൃത്യമായ ഉത്തരം കൊടുത്തതിന് ശേഷം നമുക്ക് ഫൈനൽ സബ്മിഷൻ കൊടുക്കാം. അത് കഴിയുമ്പോൾ ഒരു OTP വരും. OTP എൻ്റർ ചെയ്താൽ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ നമ്മുടെ സ്ക്രീനിൽ വരും. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ മറക്കാം.